ഇപ്പൊ കൈരളിയും ദേശാഭിമാനിയും ഒഴിച്ച് വേറെ ആർക്കും എടുക്കാൻ പറ്റാത്ത വണ്ണം വളരെ ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായതാണ് ഇത് എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ഞാൻ താങ്കളുമായിട്ടും താങ്കളുടെ പ്രസ്ഥാനവുമായിട്ടും നിയമയുദ്ധത്തിലാണ്. അവിടെ കാണാം നമുക്ക്. ഓ ഓ സീറ്റ് നൽകുന്നതിന് വേണ്ടി ഹരിയാനയിൽ കോഴ വാങ്ങി 75 ലക്ഷം രൂപ നേരിട്ട് അങ്ങ് വാങ്ങിയതാണ്. എന്റെ ചിത്രങ്ങളൊക്കെ ഒന്നും കാണുന്ന പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം അല്ല അതിന് ആരോപണം അദ്ദേഹം മാത്രമല്ല, നേരിട്ട് 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് താങ്കളുടെ തിരികെ നൽകി, മടക്കി നൽകി. അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ട്. നേരിട്ട് അർത്ഥമായിട്ടുള്ള ചിത്രങ്ങൾ അവരുടെ അല്ല ഇതൊക്കെ അതെ ഓക്കെ അദ്ദേഹത്തെ കൊണ്ടുവന്നത് ആരാന്ന് എനിക്കറിയാം. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് ആരുടെ ചെലവിലാണെന്നറിയാം. ഇവിടെ താമസിപ്പിക്കുന്ന ആരുടെ ചെലവിലാണെന്ന് എനിക്കറിയാം. എനിക്കതിനൊരു ഭയവുമില്ല മോനെ. എൻ്റെ മടിയിൽ ഒരു ഘനവുമില്ല. ഞാനാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴയിലെ സെഷൻസ് കോടതിയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടനെ നിയമപരമായി നേരിടാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. അത് കേസ് കൊടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടും ഇലക്ഷൻ കമ്മീഷനിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടും. പിന്നെ ആദ്യം പരാതി ആർക്കാ കൊടുത്തത്? കേരള DGPക്ക് അല്ലേ? എത്ര ദിവസം മുമ്പ്? 10 ദിവസം മുമ്പ്. അദ്ദേഹം എന്താ അന്വേഷിക്കാൻ? അദ്ദേഹം ഡൽഹി പോലീസിൽ ഞാൻ താങ്കൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ. എന്നെ പറയാൻ അനുവദിക്കുക. ഡൽഹി പോലീസിൽ കൊടുത്തല്ലോ. എൻ്റെ കയ്യിലല്ലോ ഡൽഹി പോലീസ്. അവിടെ FIR ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രചരിപ്പിച്ചു FIR ഇട്ടെന്ന്. കൈരളി ഇറക്കി. നിങ്ങൾ വ്യാജ ചിത്രം ഉണ്ടാക്കി, എൻ്റെ 4G ചിത്രം. അതിനെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പാവുമ്പോൾ വ്യക്തിഹത്യ നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആളുകൾ പറയുന്ന കാര്യം, വിശ്വസിക്കുന്ന കാര്യം പറയണം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുള്ള ആളാണെന്ന് എൻ്റെ പാർട്ടിയിലെ A to Z ആൾക്ക് അറിയാം. ഞാൻ എൻ്റെ നിലപാടെന്താണെന്ന് താങ്കളുടെ മുഖ്യമന്ത്രിമാർക്കും അറിയാം. ഞാൻ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ എൻ്റെ ഫയലുകൾ അവരുടെ കയ്യിലുണ്ട്. ഓരോ വിവാദപരമായ വിഷയങ്ങളിലും ഞാൻ എടുത്ത നിലപാടുകൾ, അത് VS ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഞാൻ നിയമപരമായിട്ട് നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നിയമപരമായ നേരിടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ കൈരളിയും ദേശാഭിമാനിയും ഒഴിച്ച് വേറെ ആർക്കും എടുക്കാൻ പറ്റാത്ത വണ്ണം വളരെ ദുരൂഹ സാഹചര്യത്തിൽ ഉണ്ടായതാണ് ഇത് എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ഞാൻ താങ്കളുമായിട്ടും താങ്കളുടെ പ്രസ്ഥാനവുമായിട്ടും നിയമയുദ്ധത്തിലാണ്. അവിടെ കാണാം നമുക്ക്. അത് ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേസ് തന്നെ. സഹോദര, ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് കേസ്. നമുക്ക് കാണാമല്ലോ. താങ്കൾ ഗൗരവകുമാറിനൊക്കെ കൊണ്ടുവന്ന് ആരാന്ന് എനിക്കറിയില്ലേ. അത് എവിടെയാ താമസിക്കുന്നതും എല്ലാം അറിയാമല്ലോ. ഓക്കെ.